അപ്പോ ഇന്നുണ്ടാക്കാൻ പോണത് ഉണക്ക സ്രാവും സ്വന്തം വാഴയ്ക്കയും. മീൻ നന്നായി കഴുകിണ്ട്. അപ്പൊ നമുക്ക് ഉണക്ക മീനിനെ കഞ്ഞി വെള്ളത്തിലിട്ട് വെക്കാം. അപ്പൊ അതിൽ ഉപ്പൊക്കെ പോകും. അപ്പൊ പൊന്തം വാഴയ്ക്ക ഇത് വെള്ളത്തിലിടണം കേട്ടോ, അല്ലെങ്കിൽ കറക്കും. പൊടി തീ പിടിപ്പിക്കല്ലേ? ഓ, മഞ്ചട്ടിയിലാണെന്ന് വെക്കുന്നത്. അപ്പൊ വെളിച്ചെണ്ണ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി കടുകിട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ച് വെന്തയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ചെറിയ ഉള്ളി, അത് ഇതാ പച്ചമുളകും വെളുത്തുള്ളിയും, കറിവേപ്പില, അതൊക്കെ തക്കാളി. ഇല്ല പൊടിമോനാ പറയണ പൊടിയിടാ. മഞ്ഞപ്പൊടി ആദ്യം ഇടും. മഞ്ഞപ്പൊടി മതി മതി മതി. മുളക് പൊടി പോരാ, ഇട്. മല്ലിപ്പൊടി. നമ്മുടെ പിള്ളേരെല്ലാം പഠിക്കണം. ഞാൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, എല്ലാവരും പഠിക്കും. മതി. തക്കാളി പച്ചമുളക് എല്ലാം നന്നായി വാങ്ങിക്കുന്നുണ്ട്. മീൻ ഇടണ വേണ്ട തോന്നുന്നില്ലേ? സ്വന്തം വാഴയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഒന്ന് വെച്ച് കൊടുക്കാം അല്ലേ? ഇനി എന്തൊക്കെ വേണ്ടെന്ന് നോക്കിയിട്ട് ചേർക്കണം കേട്ടോ. കുറെ നേരമായി വേഗം തുടങ്ങിയിട്ട്. എങ്ങനെയായിരുന്നു? ആ തിളച്ചു. കഷ്ണമൊക്കെ ഒരു 3/4 വേവായിട്ടുണ്ട്. എന്താ 3/4 വേവ്. ആ അപ്പൊ നമുക്ക് ഒഴിച്ചു കൊടുക്ക്. നമുക്ക് പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തില്ലേ? തിളച്ചു. നോക്കാലോ. തേങ്ങ പാലല്ല, തേങ്ങ അരച്ചത്. ഓ, സ്രാങ്കിനെ എടുത്തിട്ട് കേട്ടോ. സ്രാങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്രാവിൽ തന്നെ ഉപ്പുണ്ടാവുന്ന വിചാരിച്ചത്. പക്ഷെ നമ്മൾ കഞ്ഞി വെള്ളത്തിൽ വെച്ചില്ലേ, ഉപ്പൊക്കെ വലിഞ്ഞു. ഇട്ട് കൊടുക്കുക. തുറന്നു നോക്കിയാൽ കറക്റ്റാവുന്നതാണ് നിഗമനം, അല്ലെങ്കിൽ അനുമാനം. ഇപ്പൊ കറക്റ്റ്. അത് ഇറക്കി വെക്കാം. ഇനി ഒരു പിടി എണ്ണപ്പൊടി നമുക്ക് ഇറക്കി വെക്കാം. ചോറ് കൊട്ട്, കുമ്പിള് കൊത്തിയിട്ടുണ്ട്. നീ അത് കൊട്ട്. ചാറ് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് പറ. പുളിന്റെയാണ് എനിക്ക് മണം വന്നത് കേട്ടാ, അല്ലെ? അപ്പൊ നല്ല കറിയാണ്. സ്വാദം സ്വന്തം വാഴയ്ക്കും. അതും ഈ രീതിയിൽ തന്നെ വെക്കണം അല്ലേ? അടിപൊളിയുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചോറിലാണ്.